അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് പിന്നാലെ തന്നെ തുർക്ക്മാൻ ഗേറ്റിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് അരങ്ങേറിയത്. ഇതോടുകൂടി തന്നെ മസ്ജിദിന് ചുറ്റുമുള്ള കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനായി തന്നെ ഒരു സർവേ നടത്താൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. ഇതോടുകൂടി തന്നെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റം കണ്ടെത്തിയാൽ ഉടൻ തന്നെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ പൊളിച്ച് നീക്കം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ പോലീസുകാർക്ക് നേരെ വലിയ അക്രമാസക്തമായ രീതിയിലുള്ള കല്ലേറുണ്ടായതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത്. ജുമാ മസ്ജിദിന് സമീപം ബുൾഡോസർ നടപടിക്ക് പദ്ധതിയിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഷാഹി ജുമാ മസ്ജിദിന് ചുറ്റുമുള്ള അനധികൃത കയ്യേറ്റങ്ങളും അനധികൃത പാർക്കിംഗ് സംബന്ധിച്ചുകൊണ്ട് ഹൈക്കോടതി സുപ്രധാന നിർദ്ദേശങ്ങളും നൽകിയിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ മുഴുവൻ പ്രദേശവും സർവേ ചെയ്യാൻ മുനിസിപ്പൽ കോർപ്പറേഷനോട് ഹൈക്കോടതി ഉത്തരവിട്ടു. സർവേയിൽ ഏതെങ്കിലും അനധികൃത നിർമ്മാണമോ അല്ലെങ്കിൽ കയ്യേറ്റമോ കണ്ടെത്തിയാൽ നിയമപ്രകാരം ഉടനടി തന്നെ അവിടെ നടപടി സ്വീകരിക്കുമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫർഹദ് ഹസനും മറ്റ് നിരവധി പേരും സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ജുമാ മസ്ജിദിന്റെ 3, 5, 7 ഗേറ്റുകൾക്ക് പുറത്തു തന്നെ അനധികൃത പാർക്കിംഗ് നടക്കുന്നുണ്ടെന്നും ഇത് പൊതുജനങ്ങൾക്ക് കാര്യമായ അസൗകര്യം ഉണ്ടാക്കുന്നുണ്ടെന്നും ഹർജിക്കാർ ഈ കോടതിയിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പള്ളിയിലേക്കുള്ള പൊതുപ്രവേശന റോഡുകൾ കച്ചവടക്കാരും വാണിജ്യ കടകളും അനധികൃതമായി തന്നെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നും പരാതിയിൽ വ്യക്തമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം അനധികൃത പാർക്കിങ്ങുകളും കച്ചവടക്കാരെയും ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നും പള്ളി പരിസരത്തെ വാണിജ്യ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ അവിടെ നിർത്തലാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹർജി പരിഗണിക്കവേ ജുമാ മസ്ജിദിന് ചുറ്റുമുള്ള ഇടങ്ങളിൽ വിശദമായ സർവേ നടത്താൻ കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൂടാതെ തന്നെ 2 മാസത്തിനുള്ളിൽ സർവേ റിപ്പോർട്ടുകൾ സമർപ്പിക്കുമെന്നതാണ് നിർദ്ദേശം. ഇതിന് പുറമെ തന്നെ അനധികൃത കൈമാറ്റമോ അല്ലെങ്കിൽ നിർമ്മാണമോ കണ്ടെത്തിയാൽ കാലതാമസമില്ലാതെ തന്നെ അവിടെ നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയ ഡൽഹിയിലെ തിരക്കേറിയ ഈ പ്രദേശത്തെ ഗതാഗത കാൽനട യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഉത്തരവ് സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ മതപരവും ചരിത്രപരവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ജുമാ മസ്ജിദ്. ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ഷാഹി മസ്ജിദിൽ പ്രാർത്ഥന നടത്തുവാനും പള്ളി സന്ദർശിക്കുവാനുമായി എത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സമീപത്തുള്ള അനധികൃത പാർക്കിങ്ങും വഴിയോര കച്ചവടക്കാരും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കുക മാത്രമല്ല പള്ളിയുടെ അന്തസ്സിനെയും അത് ബാധിക്കുന്നതായി തന്നെ ഹർജിക്കാർ ഇതിലൂടെ തന്നെ വാദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.